പൈസ മാത്രം പോരാ, പൈസ അനുഭവിക്കാൻ നമ്മളെ കൂടെ ആളുകൾ കൂടെ വേണം. നമ്മുടെ നാട്ടിൽ നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സ് കരിയറിൽ ചിലപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവർ റിച്ച് ആയിട്ടുണ്ടാവില്ല. അവരെ കംപ്ലീറ്റ്ലി നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം, എന്നിട്ടൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ കൂടെ മാത്രം നടക്കണം, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ കൂടെ മാത്രം നടക്കണം. ഇങ്ങനെ ഒരു സ്പ്രെഡ് ആവുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ വേർഡ്സ് ഉണ്ട്. അത് പല ആളുകളും പറയുന്നതാണ്, ട്രെയിനേഴ്സ് അടക്കം. ഭയങ്കര നെഗറ്റീവ് തോട്ടാണ് ഇത് ആക്ച്വലി. ഓഫ് കോഴ്സ് നമുക്ക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ സർക്കിൾ ആവണം, പക്ഷേ അതൊരിക്കലും നമ്മളെ ഇതുവരെ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു വാല്യൂ സിസ്റ്റം ഉണ്ട്. നമ്മൾ പണ്ട് കാലം മുതലേ, നമ്മൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഓരോ മിസ്ചീവിയസ് ബിഹേവിയർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പണിഷ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം കൊണ്ടാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ജെന്യൂനിറ്റി പക്ക ഒഴിവാക്കിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ റീക്രിയേറ്റഡ് അല്ലെങ്കിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളായി മാറുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരാളുടെ വാല്യൂ സിസ്റ്റം ബ്രേക്ക് ചെയ്യുന്നതാണത്. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ റിച്ച് ആവണം, നമ്മൾ ക്യാഷ് ഉണ്ടാക്കണം, പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺസ് നമ്മുടെ ലൈഫിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒഴിവാക്കിയിട്ട് വൺസ് റിച്ച് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ കൂടെ ജീവിക്കാൻ മനുഷ്യന്മാർ വേണ്ടേ, ആളുകൾ വേണമല്ലോ നമ്മളെ കൂടെ. വി ആർ സോഷ്യൽ ആനിമൽ. അപ്പോൾ നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ ആളുകളുണ്ടാവില്ല ആ ടൈം എത്തുമ്പോൾ. കാരണം ജെന്യൂൻ അല്ല, നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളൊപ്പം പിടിക്കേണ്ട ആളുകൾ ഒപ്പം പിടിക്കാണ്ട് നമ്മൾ ജസ്റ്റ് അവരുടെ കൂടെ സർക്കിളിൽ കൂടേണ്ട ആളല്ല, അല്ലെങ്കിൽ അവരെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കും. എന്നിട്ട് നല്ലൊരു പൊസിഷനിൽ എത്തും, മേ ബി നമ്മളെത്താം, റിച്ച് ആവാം, പക്ഷേ ആ ടൈമിൽ പിന്നോട്ട് നോക്കുമ്പോൾ ഒരു ആൾ പോലും നമ്മൾ കൂടെ ഉണ്ടാവില്ല.